The Best Investment I Ever Made by A.J. ക്രൂണി. ഇതൊരു സംഭവ കഥയാണ്. ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് കേട്ടാൽ സമ്പാദ്യം എന്ന് തോന്നും, അതായത് പണം സമ്പാദിക്കൽ. എന്നാൽ ഈ കഥയിൽ ഒരു വ്യക്തി തൻ്റെ ജീവിത സുഖങ്ങളെല്ലാം ത്യജിച്ച് മറ്റൊരു യുവാവിൻ്റെ ജീവിതം നല്ല വഴിയിലേക്ക് നയിച്ച് അവനെ നല്ലവനാക്കി തീർക്കുക, അതായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഏറ്റവും വലിയ സമ്പാദ്യം. അതാണ് ഈ സമ്പാദ്യം കൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചതും. നറേറ്റർ ന്യൂയോർക്കിൽ നിന്നും കപ്പലിൽ വരുമ്പോൾ 2 ദിവസം തുടർച്ചയായി ആ കപ്പലിൽ വെച്ച് ഒരാൾ നമ്മുടെ ഈ നറേറ്ററിനെ തന്നെ അങ്ങനെ സൂക്ഷിച്ച് നോക്കുക. ഇതിലെന്തോ പന്തികേടുണ്ട്, എന്തോ ശരിയല്ല എന്ന് നമ്മുടെ നറേറ്ററിന് തോന്നുമോ? ഇതെന്താണ് എന്നെ തന്നെ ഇങ്ങനെ നോക്കണത് എന്ന് അദ്ദേഹം സ്വയം ചിന്തിച്ചു. എന്നാൽ ഈ നോക്കുന്ന ആളെങ്ങനെയുണ്ട്? 40-45 വയസ്സ് പ്രായം കാണും. തലയിൽ കഷണ്ടി ബാധിച്ചിട്ടുണ്ട്, നല്ല ഡ്രസ്സാണ്, കണ്ണടയുണ്ട്. ഒരു ഗൗരവക്കാരനാണോ എന്നും തോന്നും. അങ്ങനെ നോട്ടം സഹിക്കാതെ ആയി. എപ്പോഴും ഇങ്ങനെ നോക്കണം, നമ്മളെ തന്നെയായാലും ഒരു വഴിക്ക് പോകുമ്പോൾ ഒരാൾ ഇതേപോലെ സൂക്ഷിച്ചു പോകുമ്പോൾ നമുക്കും ഇതെന്താണ് എന്നറിയാനൊരു ആകാംക്ഷ നമ്മുടെ എഴുത്തുകാരന് തോന്നി. അദ്ദേഹം ഇതെന്താണെന്നറിയാൻ ഇദ്ദേഹവും കാത്തിരിക്കുകയാണ്. അങ്ങനെ കപ്പലിലെ 1-ാം ദിവസത്തെ യാത്ര കഴിഞ്ഞു. 2-ാം ദിവസവും അവരിങ്ങനെ തമ്മിൽ കണ്ടുമുട്ടുക. ആ നെക്സ്റ്റ് ഡേയിൽ ഇദ്ദേഹം ഈ നറേറ്ററിനെ തന്നെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുകയാണ്. അപ്പോൾ ആ നറേറ്റർ ഉദ്ദേശിച്ചോ, എങ്കിൽ ഇദ്ദേഹം ആരാണെന്ന് എനിക്കും ഒന്ന് അറിയണം, എന്നെ തന്നെ ഇങ്ങനെ നോക്കണ്ടല്ലോ. നെക്സ്റ്റ് ഡേ നോക്കിയപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ ഒരു സ്ത്രീയുമുണ്ട്. അത് അയാളുടെ ഭാര്യ ആയിരിക്കാമെന്ന് നറേറ്ററിന് തോന്നി. അപ്പോൾ അവരെക്കുറിച്ച് അറിയാനുള്ള ആഗ്രഹം വീണ്ടും വീണ്ടും എനിക്ക് ഈ നറേറ്ററിനുണ്ടായി. അപ്പോൾ അദ്ദേഹം നോക്കി അങ്ങോട്ടും. അപ്പോൾ ആ സ്ത്രീ ഭർത്താവിൻ്റെ കൈ പിടിച്ച് എന്നെ സമീപിക്കാനും എന്തോ നിർബന്ധിച്ച് പറയുന്നത് പോലെ എനിക്ക് തോന്നി. അതായത് ഈ കഥയിൽ ഇങ്ങനെയൊരു പഴയ എന്തോ ഒരു പരിചയം അതിൽ നിലനിൽപ്പുണ്ടെന്ന് എനിക്ക് തോന്നി. ഒരു മനുഷ്യനെ നല്ലവനാക്കി സമൂഹത്തിനും അവനു തന്നെയും ഉപകാരപ്രദമാക്കി മാറ്റിയെടുക്കാൻ കഴിഞ്ഞ അവിസ്മരണീയമായ ഒരു കഥയാണ് ഈ നമ്മുടെ ഈ ഇൻവെസ്റ്റ്മെൻറ്റിലുള്ളത്, ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിലുള്ളത്. ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഐ എവർ മെയ്ഡ് എന്ന് ഈ പാഠഭാഗത്തിന് പേര് കൊടുത്തിരിക്കുന്നത് തന്നെ ഇങ്ങനെ ഒരു നല്ല അർത്ഥം ഉള്ളത് കൊണ്ടാണ്. ഇനി നമുക്ക് ബാക്കി ഭാഗം, ഈ കഥ തുടങ്ങുന്നതും എന്തെല്ലാം സംഭവിച്ചു കപ്പൽ യാത്രയിൽ എന്നെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ പാഠഭാഗത്തിലൂടെ പഠിക്കാം. ഇനി നമുക്ക് പാഠഭാഗത്തിലേക്ക് പോകാം. എവർ മെയ്ഡ്, ഇതാണ് നമ്മൾ ഇതിനെക്കുറിച്ചാണ് ആദ്യം പറഞ്ഞത്. നമുക്ക് സമ്പാദിക്കാവുന്ന ഏറ്റവും വലിയ സമ്പാദ്യം. ഇനി എന്താണെന്ന് പാഠഭാഗം വായിക്കാം. നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടിരിക്കുക. The Best Investment I Ever Made by A.J. ക്രൂണി. On the second day out from New York, while making the round of the promenade deck, I suddenly became aware that one of the passengers was watching me closely, following me with his gaze every time I passed. ഇദ്ദേഹം പറയുകയാണ്, A.J. ക്രൂണി, ഞാനിങ്ങനെ കപ്പൽ യാത്ര ചെയ്ത് ന്യൂയോർക്കിൽ നിന്ന് പോന്നുകൊണ്ടിരിക്കുക. ആ സമയത്ത് വൺ ഓഫ് ദി പാസഞ്ചേഴ്സ്, അത് ഒരു പാസഞ്ചർ, ഒരു യാത്രക്കാരൻ എന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓൺ ദ സെക്കൻഡ് ഡേ, 2-ാം ദിവസവും അത് തന്നെ, ഔട്ട് ഫ്രം ന്യൂയോർക്ക്, വൈൽ മേക്കിംഗ് ദ റൗണ്ട് ഓഫ് ദ പ്രൊമിനേഡ്. പ്രൊമിനേഡ് എന്ന് വെച്ചാൽ
അത് ഈ കപ്പലിലൊക്കെ ഇരിക്കാനൊക്കെ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അതിൽ യാത്രക്കാർക്ക് വിശ്രമിക്കാനും ഇരിക്കാനും ഉള്ള സ്ഥലമാണ് പ്രൊമിനേഡ്. I suddenly became aware that one of the passengers was watching me closely. എന്നെ ആ പാസഞ്ചറിൽ ഒരാൾ വല്ലാതെ ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക, ഫോളോയിങ് മീ വിത്ത് ഹിസ് ഗെയ്സ് എവരി ടൈം, എപ്പോഴും എന്നെ നോക്കിക്കൊണ്ടിരിക്കുക. ഐ വാണ്ട് ടു റെസ്റ്റ്. എനിക്ക് അല്പസമയം റെസ്റ്റ് എടുക്കുന്ന പോലെ അങ്ങ് മാറിയാൽ എന്താണെന്ന് അറിയാമെന്ന് വിചാരിച്ചു. ടു അവോയ്ഡ് ദ ടീഡിയം, അദ്ദേഹത്തിൻ്റെ ടീഡിയം, ആ വെറുപ്പ്, വെറുപ്പോടുകൂടിയുള്ള ആ നോട്ടോ അതോ ഇഷ്ടത്തോട് എന്താണെന്നറിയില്ല, ആ നോട്ടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ അല്പസമയം വിശ്രമിക്കാമെന്ന് വിചാരിക്കുകയാണ്. ആൻഡ് ഇമ്പോർച്ചുനേറ്റ്, അതായത് ഒരു അത്യാവശ്യമല്ലാത്തത്, അതാണ് ഇമ്പോർച്ചുനേറ്റ്. ഇമ്പോർച്ചുനേറ്റ് ഷിപ്പ് ബോർഡ് കോണ്ടാക്ട്സ്, അങ്ങനെ ഷിപ്പിലുള്ള ആവശ്യമില്ലാത്ത ആ ഒരു കോണ്ടാക്റ്റ് നമുക്ക് അത്യാവശ്യമല്ല, ആരെ എന്തെന്ന് അറിയില്ലല്ലോ. ഐ ഗവ് നോ സൈൻ ഓഫ് ഹാവിങ് നോട്ടീസ്ഡ് ദ മാൻ. ഫസ്റ്റിൽ ഐ ഗവ് നോ സൈൻ ഓഫ് ഹാവിങ് നോട്ടീസ്ഡ് ദ മാൻ, ആ മനുഷ്യനെ ഞാൻ ശ്രദ്ധിക്കുന്നതായിട്ട് ഞാൻ കാണിച്ചില്ല. അദ്ദേഹം എന്നെ നോക്കുന്നുണ്ടായിരുന്നു, പക്ഷെ ഞാൻ ഐ ഹാവ് നോ സൈൻ ഓഫ് ഹാവിങ് നോട്ടീസ്ഡ് ദി മാൻ. അപ്പോൾ അദ്ദേഹം നമ്മുടെ ഈ ക്രോണിൻ അവിടെ നിന്ന് ഇങ്ങനെ എ.ജെ. ക്രോണിൻ യാത്ര ചെയ്ത സമയത്ത് അദ്ദേഹത്തിനുണ്ടായ ഒരു അനുഭവം, ഒരു പാസഞ്ചർ ഇദ്ദേഹത്തെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ഇദ്ദേഹമാണെങ്കിലോ ആരെ എന്തെന്ന് അറിയാത്തതുകൊണ്ട് അങ്ങനെ അത്രയ്ക്ക് ശ്രദ്ധിച്ചില്ല, എന്തിനോ വേണ്ടിയാണെന്ന് മാത്രം തോന്നി. നെക്സ്റ്റ് രണ്ടാമത്തെ പാരഗ്രാഫ്. There was nothing importunate about him. On the contrary, he seemed affected by a troubled, rather touching diffidence. He was in his early 40s, rather short in build, with a fair complexion and a clear blue eyes. അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നതാണ്. Yet there was nothing about him. On the contrary, he seemed affected by a troubled, rather touching diffidence. ഒരു ആത്മവിശ്വാസം, അതാണ് ഈ ഡിഫിഡൻസ് എന്ന് വെച്ചാൽ. ട്രബിൾഡ് റാദർ ടച്ചിങ് ഡിഫിഡൻസ്. ഹി വാസ് ഇൻ ഹിസ് ഏർലി 40s, ഏകദേശം ഒരു 40 വയസ്സൊക്കെ ആയി കാണും. റാദർ ഷോർട്ട് ഇൻ ബിൽഡ്, ഷോർട്ടാണ് ആൾ, വിത്ത് ഫെയർ കോംപ്ലക്ഷൻ ആൻഡ് ക്ലിയർ ബ്ലൂ ഐസ്, ക്ലിയർ ബ്ലൂ ഐസാണ്, ഫെയർ കോംപ്ലക്ഷനാണ്. ഹിസ് തിൻ ഹെയർ, അദ്ദേഹത്തിൻ്റെ തലമുടി, ഹാഡ് ബിഗൺ ടു റിസീഡ് ഫ്രം ഹിസ് ഫോർഗട്ട്, പതുക്കെ നിറയിൽ നിന്ന് കുറച്ചൊക്കെ മാറിക്കിടക്കുന്നു, അതായത് ഒരു കഷണ്ടി ബാധിച്ച പോലെ നമുക്ക് തോന്നും അദ്ദേഹത്തെ കണ്ടാൽ. ഹിസ് ഡാർക്ക് സ്യൂട്ട് ഡാർക്കാണ്. സോബർ ടൈ, അദ്ദേഹത്തിൻ്റെ ടൈ സോബർ ടൈ എന്ന് വെച്ചാൽ ഇറക്കം കുറഞ്ഞ ടൈ, സോബർ ഇറക്കം കുറഞ്ഞ ടൈ. ആൻഡ് റിംലെസ് സ്പെക്ടക്കിൾസ്, കണ്ണട റിംലെസ് ആണ്. ഗേവ് എവിഡൻസ് ഓഫ് എ സീരിയസ് ആൻഡ് റിസർവ്ഡ് ഡിസ്പൊസിഷൻ, ഒരു സീരിയസ് ആയിട്ടുള്ള, ഒരു സാധാരണമല്ലാത്ത ഒരു ഡിസ്പൊസിഷൻ ആയിട്ടുള്ള ഒരു ലുക്കാണെന്ന് നമുക്ക് തോന്നും. അറ്റ് ദിസ് പോയിന്റ് the bugle sounded for dinner and I went below. ആ സമയത്താണ് നമുക്ക് കപ്പലിലല്ലേ, അപ്പം ബഗിൾ എന്ന് വെച്ചാൽ BUGLE എന്ന് വെച്ചാൽ ബെല്ല്, ഒരു താഴെ രണ്ട് നിലകളായിട്ടാണല്ലോ ഈ കപ്പൽ, അപ്പോൾ അതിൻ്റെ താഴെ ഫുഡിനുള്ള ഒരു ബെൽ കേട്ടു. അറ്റ് ദിസ് പോയിന്റ് ദ ബഗിൾ സൗണ്ടഡ് ഫോർ ഡിന്നറിനുള്ള ബെല്ല്. ആൻഡ് ഐ വെൻ ബിലോ, ഞാൻ പതുക്കെ താഴേക്ക് പോയി. ഇനി അടുത്ത സ്റ്റാൻസ. ഓൺ ദ ഫോളോയിങ് ഫോർനൂൺ, ആ ഫോർനൂൺ ആയപ്പം ഐ അഗൈൻ ഒബ്സർവ്ഡ് മൈ ഫെലോ വോയേജർ വാച്ചിങ് മീ earnestly from his deck chair. Now a lady was with him. Then അടുത്ത ദിവസം നോക്കിയപ്പം ഇദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ
ഒരു ലേഡിയെ കൂടെ കണ്ടു, ഒരു സ്ത്രീ. നൗ എ ലേഡി വാസ് വിത്ത് ഹിം, ഒബ്വിയസ്ലി ഹിസ് വൈഫ്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ വൈഫായിരിക്കാം. ഒബ്വിയസ്ലി എന്ന് വെച്ചാൽ കറക്റ്റ്ലി, തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ഒപ്പം ഉള്ളത് അദ്ദേഹത്തിൻ്റെ വൈഫായിരിക്കും. ദ സിറ്റുവേഷൻ ബൈ ദിസ് ടൈം ഹാഡ് ബിഗൺ ടു ഇൻട്രൂഗ് മീ. ഈ സമയം ഇൻട്രൂഗ് മീ എന്ന് വെച്ചാൽ എന്നെക്കുറിച്ച് അറിയാനുള്ള ഒരു ജിജ്ഞാസ അവർക്കുള്ളതുപോലെ എനിക്ക് തോന്നി. ദ സിറ്റുവേഷൻ ബൈ ദിസ് ടൈം ഹാഡ് ബിഗൺ ഇൻട്രൂഗ് മീ. I discovered from my steward that they were Mr. and Mrs. Jones. അവർ മിസ്റ്റർ ആൻഡ് മിസ്സിസ് ജോൺസ് ആയിരിക്കുമെന്ന് എനിക്ക്, സ്റ്റിവാർഡെന്ന് വെച്ചാൽ കപ്പലിലെ മറ്റ് വർക്കേഴ്സ്. ഐ ഡിസ്കവേർഡ് ഫ്രം മൈ സ്റ്റിവാർഡ്, അതായത് സ്റ്റിവാർഡ് മറ്റു ജോലിക്കാരിൽ നിന്ന് എനിക്ക് മനസ്സിലായി. ദേ വർ മിസ്റ്റർ ആൻഡ് മിസ്സിസ് ജോൺസ്, മിസ്റ്റർ ആൻഡ് മിസ്സിസ് ജോൺസ് ആണെന്ന് എനിക്ക് സ്റ്റിവാർഡിൽ നിന്ന്, കപ്പലിലെ വർക്കേഴ്സിൽ നിന്ന് എനിക്ക് മനസ്സിലായി. ഫ്രം എ സ്മോൾ സുബർബ് എന്ന് വെച്ചാൽ ആ നഗര പരിസരം, അതാണ്. ഫ്രം എ സ്മോൾ സുബർബ് ഇൻ ലണ്ടൻ, ലണ്ടനിലെ നഗര പരിസരത്തുള്ള ഏതോ ഒരു സ്ഥലത്തെ. വെൻ അനദർ ഡേ പാസ്ഡ് വിത്തൗട്ട് ഈവൻറ്റ്, ദെൻ അങ്ങനെ അടുത്ത ദിവസം വരുവാണ്. I began to feel certain that Mr. S would remain too shy to carry out his obvious desire to approach me. എന്നെ കാണാനുള്ള, എന്നെ അപ്രോച്ച് ചെയ്യാനുള്ള ഒരു ഡിസയർ, ഒരു ആഗ്രഹം ഉള്ളതായി എനിക്ക് തോന്നി. However, on our final evening at sea, Mrs. decides the matter with a firm pressure on his hand and a whispered word in his ear. അതായത് ആ സ്ത്രീ, കൂട്ടത്തിൽ മറ്റേ ആ മനുഷ്യൻ്റെ ഒപ്പമുണ്ടായിരുന്ന ആ സ്ത്രീ അവളുടെ ഭർത്താവിൻ്റെ കയ്യ് ഇങ്ങനെ പതുക്കെ പ്രസ് ചെയ്യുകയാണ്. ഇത് ആരെയെന്നൊന്ന് അന്വേഷിക്കാൻ എന്ന മട്ടിൽ അന്നേ എനിക്ക് മനസ്സിലായത്. ആൻഡ് വിത്ത് എ ഫേം പ്രഷർ ഓൺ ഹിസ് ഹാൻഡ് ആൻഡ് എ വിസ്പേർഡ് വേർഡ് ഇൻ ഹിസ് ഇയർ. പതുക്കെ എന്തോ ചെവിയിൽ മന്ത്രിക്കണമായിട്ട് എനിക്ക് തോന്നി. ഷീ അർജ്ഡ് ഹെർ ഹസ്ബൻഡ് ടുവാർഡ്സ് മീ ആസ് ഐ പാസ്ഡ് അലോങ് ദ ഡെക്ക്. അവൾ അവളുടെ ഭർത്താവിനോട് നിർബന്ധിച്ച് പറയുന്നത് പോലെ എനിക്ക് തോന്നുകയും ചെയ്തു. ദെൻ അടുത്ത 4ാമത്തെ പാരഗ്രാഫാണ് ഇനി എടുക്കാൻ പോണത്. ദെൻ എക്സ്ക്യൂസ് മീ ഡോക്ടർ, ഐ വണ്ടർ ഇഫ് ഐ മൈറ്റ് ഇൻട്രൊഡ്യൂസ് മൈസെൽഫ്. ഇദ്ദേഹത്തിനോട് പറയുകയാണ്, എക്സ്ക്യൂസ് മീ, ക്ഷമിക്കണം, ഐ വണ്ടർ ഇഫ് ഐ മൈറ്റ് ഇൻട്രൊഡ്യൂസ് മൈസെൽഫ്, ഞാൻ പരിചയപ്പെടുത്തുകയാണ്. ഹി സ്പോക്ക് ഓൾമോസ്റ്റ് ബ്രീത്ത്ലെസ്ലി, offering me the visiting card he held in his hand and studying my face to see if the name meant anything to me. അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന വിസിറ്റിംഗ് കാർഡൊക്കെ കാണിച്ച് പരിചയപ്പെടുക ചെയ്യേണ്ടത്. Then, as it plainly did not, he went on with saying, "On awkwardness, if you could spare a few minutes." കുറച്ച് സമയം എൻ്റെ ഒപ്പം ചെലവഴിക്കുക, അതാണ് ഇഫ് യു കുഡ് സ്പെയർ എന്ന് വെച്ചാൽ ചെലവഴിക്കുക. ഇഫ് യു കുഡ് സ്പെയർ എ ഫ്യൂ മിനിറ്റ്സ്, മൈ വൈഫ് ആൻഡ് ഐ വുഡ് ലൈക്ക് ടു ഹാവ് എ വേർഡ് വിത്ത് യു. എനിക്കും എൻ്റെ വൈഫിനും നിങ്ങളോട് അല്പം സംസാരിക്കണമെന്നുണ്ടാണ്. മൈ വൈഫ് ആൻഡ് ഐ വുഡ് ലൈക്ക് ടു ഹാവ് എ വേർഡ് വിത്ത് യു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും നിങ്ങളെ ഒന്ന് പരിചയപ്പെടണം, നിങ്ങളുമായിട്ട് സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ടെന്ന് അവർ പറയുകയും ചെയ്യുന്നത്. ദെൻ 5th സ്റ്റാൻസ് എന്താണെന്ന് നോക്കാം. എ മൊമെൻറ്റ് ലേറ്റർ, കുറച്ച് കഴിഞ്ഞപ്പോൾ, ഐ വാസ് ഓക്കുപ്പൈങ് ദ വേക്കൻറ്റ് ചെയർ ബിസൈഡ് ദം. അതിൻ്റെ അടുത്തുള്ള ഒരു ചെയർ കിട്ടി, ഞാനതിൽ ഇരിക്കുകയും ചെയ്തു. ഹോൾട്ടിംഗ്ലി ഹി ടോൾഡ് മീ, ആ സമയത്ത് എന്നോട് പറയുകയാണത്, ഹോൾട്ടിംഗ്ലി പതുക്കെ നിന്നിട്ട്, ഹി ടോൾഡ് മീ ദാറ്റ് ദിസ് ഹാഡ് ബീൻ ദെയർ ഫസ്റ്റ് വിസിറ്റ് ടു അമേരിക്ക. ഞങ്ങളുടെ ആദ്യത്തെ വിസിറ്റാണ് ഇത്, അമേരിക്കയിലേക്കുള്ള അമേരിക്ക കാണാനുള്ള ഫസ്റ്റ് വിസിറ്റാണ്. ഇറ്റ് വാസ് നോട്ട് എൻറ്റയർലി
a holiday trip. They had been making a tour of the New England states, inspecting many of the summer recreational camps for young people there. അവിടെ യങ് പീപ്പിളിനെ താമസിക്കുന്ന പല സ്ഥലങ്ങളിൽ സന്ദർശിച്ച് അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു ട്രിപ്പാണ് ഇത് എന്ന് പറഞ്ഞു. ആഫ്റ്റർവാർഡ്സ് എന്ന് വെച്ചാൽ അതിനുശേഷം, ആഫ്റ്റർവാർഡ്സ് ദേ ഹാഡ് വിസിറ്റഡ് സെറ്റിൽമെൻറ്റ് ഹൗസസ് ഇൻ ന്യൂയോർക്ക് ആൻഡ് അതർ സിറ്റീസ്. ന്യൂയോർക്കിലെയും മറ്റ് സിറ്റീസിലെയും സെറ്റിൽമെൻറ്റ് ഹൗസസ്, താമസക്കാരുടെ വീടുകൾ സന്ദർശിക്കുക. ഇൻ ന്യൂയോർക്ക് ആൻഡ് അതർ സിറ്റീസ്. സ്റ്റഡി ദ മെത്തേഡ്സ് എംപ്ലോയ്ഡ് ഇൻ ഡീലിംഗ് വിത്ത് കേസസ് ഓഫ് ബാക്ക്വേർഡ് മാലഡ്ജസ്റ്റഡ് ഡെലിക്കൻ്റ് യൂത്ത്. അതായത് അനാഥരായിട്ടുള്ള പിന്നെ അങ്ങനെയുള്ള ചില യൂത്ത് എന്ന് വെച്ചാൽ യുവാക്കൾ, അങ്ങനെയുള്ളവരെ താമസിപ്പിച്ചിരിക്കുന്ന സ്ഥലം, അവരുടെ രീതികൾ, ഇതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കുക എന്നായിരുന്നു ഇവരുടെ ലക്ഷ്യം. ആൻഡ് സ്റ്റഡി ദ മെത്തേഡ്സ് എംപ്ലോയ്ഡ് ഇൻ ഡീലിംഗ് വിത്ത് കേസസ് ഓഫ് ബാക്ക്വേർഡ് മാലഡ്ജസ്റ്റഡ് ആൻഡ് ഡെലിക്കൻ്റ് യൂത്ത്. ഡെലിക്കൻ്റ് യൂത്ത് എന്ന് വെച്ചാൽ നമുക്കറിയാം, പല വിധത്തിലും വഴി തെറ്റിപ്പോയ ചില ആൾക്കാരുടെ, ചില യൂത്തിൻ്റെ കാര്യങ്ങൾ. അതായത് തൻ്റെ കുറ്റത്താലും മറ്റ് പല കുറ്റത്താലും അവർ അറിയാതെയൊക്കെ കുറ്റം ചെയ്തു പോയ ആൾക്കാരുണ്ടാവും. അങ്ങനെയുള്ള ആൾക്കാർക്കിടെ ജീവിതത്തെക്കുറിച്ച് അറിയാനായിരുന്നു ഇവരുടെ അന്വേഷണമെന്ന് അവർ പറയുകയും എനിക്കത് മനസ്സിലാവുകയും ചെയ്തു. ഇതിനടുത്തതായിട്ട് എന്താ നോക്കി, ആറാമത്തേത്, there was in his voice and manner, indeed in his whole personality. ഈ സംസാരിച്ചപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ സകല ആ പേഴ്സണാലിറ്റിയും ആ വ്യക്തിത്വവും ഏതാണ്ടൊക്കെ മനസ്സിലായി കഴിഞ്ഞു. എ ജെന്യുവൻ enthusiasm that was disarming. വളരെ ഒരു താല്പര്യം തോന്നി ഇയാളെക്കുറിച്ച്, ഇവരുടെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായപ്പോൾ. ഡിസാർമിങ്. ഐ ഫൗണ്ട് മൈസെൽഫ് ലൈക്കിങ് ഹിം ഇൻസ്റ്റിങ്ക്റ്റീവ്ലി. അപ്പോൾ കുറച്ചുകൂടെ അവരുടെ കാര്യങ്ങൾ അറിയാനായിട്ട് എനിക്കും താല്പര്യം തോന്നി. എനിക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ MJ ക്രോണിന്. ആൻഡ് ക്വസ്റ്റ്യനിങ് ഹിം ഫർദർ, I learned that he and his wife had been active for the past 15 years in the field of youth welfare. 15 വർഷമായിട്ട് അവർ യൂത്ത് വെൽഫെയർ, ചെറുപ്പക്കാരുടെ വെൽഫെയറിന് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി, സേവനത്തിന് വേണ്ടി നടക്കുകയാണ്. ഹി വാസ് ബൈ പ്രൊഫഷൻ എ സോളിസിറ്റർ. സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ ഒരു സോളിസിറ്ററാണ്. സോളിസിറ്റർ മീൻസ് ഡയറക്ടർ. A solicitor, but in addition to his practice at the courts, അതോടൊപ്പം കോർട്ടിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഇദ്ദേഹം ഇതിൻ്റെയൊക്കെ ഒരു ഡയറക്ടറുമാണെന്ന് എനിക്ക് മനസ്സിലായി. പ്രാക്ടീസ് അറ്റ് ദ കോഴ്സ്, ഫൗണ്ട് ടൈം ടു ആക്ട് ആസ് എ ഡയറക്ടർ ഓഫ് എ ചാരിറ്റബിൾ ഓർഗനൈസേഷൻ. ചാരിറ്റബിൾ ഓർഗനൈസേഷൻ്റെ ഒരു ഡയറക്ടറാണ്. ചാരിറ്റബിൾ എന്ന് വെച്ചാൽ നമുക്കറിയാം, ഇങ്ങനെ സഹായമൊക്കെ ചെയ്യുന്ന, അനാഥരുടെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരു ജുവനൈൽ ഹോം എന്ന് പറയാം, അങ്ങനെയൊക്കെ സഹായിക്കുന്ന ഒരു ഇതിൻ്റെ ചാരിറ്റബിൾ ഒരു ഓർഗനൈസേഷൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്ന ഒരു ഡയറക്ടർ. ആൻഡ് ഡിവോട്ടഡ് ടു ദ കെയർ ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ്. അത്തരം വഴിതെറ്റിപ്പോയ ബോയ്സും ഉണ്ട്, ഗേൾസും ഉണ്ട്. അവരുടെ താമസം, അവരുടെ ജീവിതം, അവരുടെ വിദ്യാഭ്യാസ രീതികൾ, അവരെ എങ്ങനെ നന്നാക്കാൻ ശ്രമിക്കുന്നു, ഇതെല്ലാമാണ് ഇവർ അന്വേഷിക്കാൻ നടക്കുന്നത്. ആൻഡ് മോസ്റ്റ്ലി ഫ്രം സിറ്റി സ്ലംസ്. സിറ്റിയുടെ പല മൂലകളിലും അങ്ങനെ ആൾക്കാർക്ക് താമസിക്കാൻ സ്ഥലം ഉണ്ടാവും, പക്ഷെ അവരെ എങ്ങനെ ശുശ്രൂഷിക്കണു, അവരെ എങ്ങനെ നോക്കുന്നു എന്നാണ് ഇവർ അറിയാൻ ആഗ്രഹിച്ചത്. മോസ്റ്റ്ലി ഫ്രം സിറ്റിസൺസ് ഹു ഹാഡ് ഫോളൻ അണ്ടർ ദ ബാൻ ഓഫ് ദ ലോ. അത് ബാൻ ഓഫ് ലോ, ആ നിയമത്തിൽ നിന്നൊക്കെ വിട്ട് അങ്ങനെ നിൽക്കുന്ന കുറേ യൂത്തുകൾ. ഏഴാമത്തേത്, ആസ് ഹി സ്പോക്ക് വിത്ത് റിയൽ ഫീലിംഗ്, ഐ ഗോട്ട് എ വിവിഡ് പിക്ചർ ഓഫ് the work these two people were doing. As he spoke with a real feeling, റിയലായിട്ടുള്ള ശരിയായ ഒരു ഫീലിങ്സോട് കൂടിയാണ് അവരെക്കുറിച്ച് അന്വേഷിക്കുന്ന കാര്യം അവർ പറഞ്ഞത്. അപ്പം തന്നെ എനിക്ക് മനസ്സിലായി, ഐ ഗോട്ട് എ വിവിഡ് പിക്ചർ ഓഫ് ദ വർക്ക്
ദീസ് ടു പീപ്പിൾ വേർ ഡൂയിങ്. ഈ രണ്ട് ആൾക്കാരെ, ഈ വൈഫും അതിൻ്റെ ഹസ്ബൻഡും, അവർ രണ്ടുപേരും ഇതിനെക്കുറിച്ച് പറയുന്നത് കേട്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അവർ വളരെ നല്ല ആൾക്കാരാണ്. എനിക്ക് അവരെക്കുറിച്ച് അറിയാനും അവരുടെ വർക്കിനെ കുറിച്ച് അറിയാനും കൂടുതൽ ജിജ്ഞാസ തോന്നി ഈ MJ ക്രോണിന്. I learned how they took derelict adolescents from the juvenile courts and placing them a healthy environment, healed them in mind and body and sent them back into the world. അവരുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ അവരുടെ മനസ്സിനെ നന്നാക്കി കൊടുത്ത്, അവർക്ക് വിദ്യാഭ്യാസം കൊടുത്ത്, അവർക്ക് അറിവ് പകർന്ന്, അവരുടെ ആ ചീത്ത വഴിയിൽ നിന്ന് അവരെ നല്ലവരാക്കി തീർക്കുക. അതായിരുന്നു ഇവരുടെ ഉദ്ദേശം തന്നെ. ആൻഡ് ഹെൽത്തി എൻവയോൺമെൻറ്റ്, ഹീലഡ് ദം ഇൻ മൈൻഡ് ആൻഡ് ബോഡി, മനസ്സിനെയും ശരീരത്തെയും നന്നാക്കിയെടുക്കുക. ആൻഡ് സെൻഡ് ദം ബാക്ക്, അവരെ ആ ചീത്ത സ്വഭാവത്തിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരിക. ഇൻ ടു ദ വേൾഡ്, അങ്ങനെ ലോകത്തിൻ്റെ നന്മയിലേക്ക് അവരെ നയിക്കുക എന്നായിരുന്നു അവരുടെ ഉദ്ദേശം. ദേ വർ ഗിവൺ ട്രെയിനിങ് ഇൻ എ യൂസ്ഫുൾ ഹാൻഡിക്രാഫ്റ്റ് വിച്ച് മെയ്ഡ് ദം ഫിറ്റ് ടു ടേക്ക് ദർ പ്ലേസ് as worthy members of the community. It was a work of redemption. ഇതൊരു നല്ല റിഡംഷൻ എന്ന് വെച്ചാൽ മോക്ഷപ്രാപ്തിയിലേക്കുള്ള ഒരു ജോലിയാണിത്. കാരണം നമ്മൾ എന്തുമാത്രം ധനം കൊടുത്താലും എന്തെല്ലാം കൊടുത്തിട്ടും കാര്യമില്ല, ഒരു മനുഷ്യനെ തിന്മയിൽ നിന്ന് നന്മയിലേക്ക് കൊണ്ടുവന്ന് അവനും അവൻ്റെ വീട്ടുകാർക്കും അവൻ്റെ നാട്ടുകാർക്കും ഈ നാടിന് തന്നെ നല്ലതാക്കി തീർക്കുകയാണ്. It was a work of redemption. Redemption, REDEMPTION, redemption that stood the heart. And I asked what had directed his life into this channel. ഇത്രയും പറഞ്ഞപ്പോൾ എനിക്ക് അവരെക്കുറിച്ചുള്ള ഒരു കാര്യം, അവരെക്കുറിച്ചുള്ള ഒരു അറിവ് കിട്ടി. അത്രയ്ക്കും നന്മയിലേക്ക് നയിക്കുക, അങ്ങനെ മോക്ഷപ്രാപ്തിയിലേക്ക് കൊണ്ടുവരിക, അങ്ങനെ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് അവർ നീങ്ങുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ആൻഡ് വാട്ട് ഹാഡ് ഡയറക്റ്റഡ് ഹിസ് ലൈഫ് ഇൻ ടു ദ ചാനൽ, ഈ രീതിയിലേക്ക് പോകാൻ എന്താണ് ഇവരുടെ ലൈഫിനെ ഡയറക്റ്റ് ചെയ്തത്, ഇതെങ്ങനെ എന്നറിയാൻ വീണ്ടും എനിക്ക് ആഗ്രഹം തോന്നി. എന്നിട്ട് എന്ത് സംഭവിച്ചു? 8ാമത്തെ സ്റ്റാൻസ. The question had a strange effect upon him. He took a sharp breath and exhaled. Sharp breath, ഒന്ന് ദീർഘവിശ്വാസം വിട്ടിട്ട് exclaimed, പിന്നെയും പറയുകയാണ്, വിവരിക്കുകയാണ്. You still do not remember me? I shook my head. To the best of my belief, I had never in my life seen him before. വീണ്ടും അവർ പറയുകയാണ്, I had never. The question had a strange effect upon him. He took a sharp breath and exclaimed, You still did not remember me? ഇപ്പോഴും എന്നെ നിങ്ങൾക്ക് ഓർക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന്. I shook my head to the best of my belief. ആവുന്നത്ര ഞാൻ ശ്രമിച്ചു നോക്കി എങ്ങനെയാണ് ഇദ്ദേഹത്തെ ഞാൻ ഇതിനു മുമ്പ് അറിയുന്നതെന്ന്. ഈ ക്രോണിൻ ഒത്തിരി ചിന്തിച്ചു നോക്കുകയായിരുന്നു. ഐ ഹാഡ് നെവർ ഇൻ മൈ ലൈഫ്, ഒരിക്കലും എനിക്കതെൻ്റെ ലൈഫിൽ ഓർമ്മയിലേക്ക് വരുന്നില്ല. സീൻ ഹിം ബിഫോർ, മുമ്പെങ്ങും ഇദ്ദേഹത്തെ കണ്ടതായിട്ട് ഇദ്ദേഹത്തെ ഓർമ്മിക്കാൻ എനിക്ക് കഴിയുന്നതേയില്ല എന്നാണ് നമ്മുടെ ഈ ഇദ്ദേഹം പറയുന്നത്, AJ ക്രോണിൻ പറയുന്നത്. അത്രയെല്ലാം പറഞ്ഞിട്ടും അവരാരെന്ന്, എന്തിനാണ് അവരുടെ ഉദ്ദേശം എന്ന് മനസ്സിലായി, പക്ഷെ ഇതിനു മുമ്പ് ഉള്ള യാതൊരു ഒന്നും എനിക്ക് ഓർക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഇനി നമുക്ക് ബാക്കി നോക്കാം. ഇനി 9ാമത്തെ പാരഗ്രാഫാണ്. I have wanted to get in touch with you for many years. I have wanted to get in touch with you for many years. പലപ്പോഴും പല വർഷങ്ങളായിട്ട് I wanted to get in touch with you. നിങ്ങളായിട്ടുള്ള ഒരു ടച്ചിന് വേണ്ടി I wanted, ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. And for many years he went on
under increasing stress, but I was never able to bring my life to do so. Then, bending never, he spoke a few words tensely in my ear. Few words എന്ന് വെച്ചാൽ കുറച്ച് കാര്യങ്ങൾ കൂടെ പറയുകയാണ്. ടെൻസിലി ഇൻ മൈ ഇയർ, എൻ്റെ ചെവിയോടടുത്ത് കുറച്ചുകൂടെ സംസാരിക്കുകയാണ്. ഓൾ ദാറ്റ് സ്ലോലി the veils parted, my thoughts sped back a quarter of a century, and with a start remembered the sole occasion when I had seen this man before. ആ ഒരു പ്രത്യേക ഒക്കേഷനെ കുറിച്ച് ഏതവസരമാണ് ഇദ്ദേഹത്തെ ഞാൻ ഇതിനു മുമ്പ് കണ്ടത് എന്ന് ഞാൻ തന്നെ ചിന്തിച്ചു നോക്കി. പാരഗ്രാഫ് 10 നോക്കൂ. I was a young doctor at the time and had just set up a practice in a working class district of London. നേരത്തെ ഞാൻ അവിടെ ഒരു ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യുവാണ് ചെറുപ്പകാലത്ത്. ഐ വാസ് എ യങ് ഡോക്ടറായിരുന്നു എന്ന്. ആൻഡ് ദ ടൈം ആൻഡ് ഹാഡ് ജസ്റ്റ് സെറ്റപ്പ് എ പ്രാക്ടീസ് അപ്പോൾ ഒരു പ്രാക്ടീസ് ചെയ്യുന്ന സമയമാണ്. വർക്കിംഗ് ക്ലാസ് ഡിസ്ട്രിക്റ്റ് ഇൻ ലണ്ടനിലെ ഒരു വർക്കിംഗ് ക്ലാസ് ഡിസ്ട്രിക്റ്റിൽ ഞാനൊരു യങ് ഡോക്ടറായി വർക്ക് ചെയ്യുന്ന കാലത്ത്, അതായത് എൻ്റെ യങ് സ്റ്റേജിൽ, ഓൺ എ ഫോഗി നവംബറിലെ ഒരു മഞ്ഞ് മൂടിയ ഒരു ഫോഗി നവംബർ നൈറ്റിൽ, ടുവാർഡ്സ് 1 o'clock, 1 മണിയായപ്പം, I was awakened by a loud banging on the door. അങ്ങനെ രാത്രിയായപ്പോൾ ഞാൻ ഡോറിൻ്റെ അവിടെ ഒരു ശബ്ദം കേട്ട് അവേക്കൻഡ്, എഴുന്നേറ്റു. Hurriedly I threw on some clothes and went downstairs. I threw എന്ന് വെച്ചാൽ എറിഞ്ഞു കൊടുക്കുകയാണ്. on some clothes and went downwards. It was a sergeant of police in dripping helmet and cape, mistily outlined on the doorstep. A suicide case, he told me abruptly. In the lodgings around the corner, I had better come at once. ഒരു സൂയിസൈഡ് കേസാണ്. അപ്പോൾ ഡോക്ടറായിരുന്ന കാലത്ത് എന്നെ വിളിക്കാൻ വന്നതാണ്. എ സൂയിസൈഡ് കേസ്, ഹി ടോൾഡ് മീ abruptly, in the lodging around the corner, I had better come at once. At once എന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് വരണം എന്നാണ് പറഞ്ഞത്. കം അറ്റ് വൺസ്. ഇനി 11ാമത്തെ പാരഗ്രാഫാണ്. വി വോക്ക്ഡ് എ ഷോർട്ട് ഡിസ്റ്റൻസ് ഇൻ സൈലൻസ്. കുറച്ച് ഡിസ്റ്റൻസിൽ ഞങ്ങൾ സൈലൻ്റായിട്ട് അങ്ങനെ മുന്നോട്ട് നീങ്ങി. ഈവൻ അവർ ഫുഡ് സ്റ്റെപ്സ് മഫിൾഡ് ബൈ ദ ഫോഗ്. അതായത് ഞങ്ങളുടെ ഫുഡ് സ്റ്റെപ്പ് പോലും കേൾക്കാതെ അത്ര സാവധാനമാണ് പോയത്. ആൻഡ് ടേൺഡ് ഇൻ ടു ദ നാരോ എൻട്രൻസ് ഓഫ് ആൻ ഓൾഡ് ബിൽഡിംഗ്. ഒരു പഴയ ബിൽഡിങ്ങിൻ്റെ ഒരു ഇടുങ്ങിയ എൻട്രൻസിൻ്റെ അകത്തേക്ക് കയറേണ്ടി വരുകയാണ്. ആസ് വി മൗണ്ടഡ് ദ ക്രീക്കിംഗ് സ്റ്റെയർകേസ്, my nostrils were stung by the sweet odor of illuminating gas. അവിടെ എന്തോ ഒരു മണം, ഒരു ഗ്യാസ്, ഒരു ചീത്ത മണം എന്തോ പോലെ അവിടെ വന്നുവാണ്. ഓൺ ദ അപ്പർ സ്റ്റോറി ദ അജിറ്റേറ്റഡ് ലാൻഡ് ലേഡി ഷോഡ് അസ് ടു എ ബെയർ ലിറ്റിൽ ആറ്റിക്. ആറ്റിക് എന്ന് വെച്ചാൽ എ സ്മോൾ റൂം. അതിനപ്പുറത്തായിട്ട് ATTIC, ആറ്റിക് എന്ന് വെച്ചാൽ ഒരു ചെറിയ റൂം. അതിനപ്പുറത്തായിട്ട് ഞങ്ങളെ കാണിച്ചു തന്നു. വെയർ സ്ട്രക്ചർഡ് ഓൺ എ നാരോ ബെഡ് ലേ ദ ബോഡി ഓഫ് എ യങ് മാൻ. അതിൻ്റെ അടുത്ത് ആ ചെറിയ ആറ്റിക്കിൽ, ആ ചെറിയ റൂമിൽ, ഒരു ചെറിയ ബെഡിൽ ലേ ദ ബോഡി ഓഫ് എ യങ് മാൻ. ഒരു ചെറിയ മനുഷ്യൻ്റെ, ഒരു യൂത്തിൻ്റെ, ഒരു യങ് മാൻ്റെ ബോഡി കിടക്കുന്നതായിട്ട് ഞങ്ങളെ കാണിച്ചു തന്നു. ദെൻ ഇനി എന്ത് സംഭവിച്ചു? 12ാമത്തേത് നോക്കൂ. ഓൾദോ
Apparently lifeless, they remained the rarest chance that the youth was not quite beyond recall, and with the surgeon's help, I began the work of I began the work of resuscitation. For an entire hour, we labored without success, despite our most strenuous excursions. അതായത് I began to work of resuscitations. For an entire hour. We labored without success, despite our most strenuous exertions, if appeared useless. Then, as we were about to give up, completely exhausted, there broke from the patient a shallow convulsive gasp. ഷാലോ എന്ന് വെച്ചാൽ മങ്ങിയ ഒരു കൺവൾസീവ് ഗ്യാസ്, എന്തോ ഒരു സ്മെല്ല്, ഗ്യാസ്, ആൻഡ് ഹാഫ് ആൻ അവർ ഓഫ് redoubled efforts, and we heard the youth sitting up, gazing at us dazedly. Slowly he seemed to be realizing the horror of his situation. അവിടുത്തെ ആ സിറ്റുവേഷൻ്റെ, ആ സന്ദർഭത്തിൻ്റെ ആ ഹൊറർ, ആ ഒരു പ്രത്യേക ഒരു പേടി, ഒരു ഭയപ്പെടുന്ന ഒരവസ്ഥ, ആ ആറ്റിക്കിൽ എന്ത് സംഭവിച്ചു എന്ന് ഞങ്ങളെ അവിടെ നിന്നൊരു ലേഡി കാണിച്ചു തരികയാണ് ചെയ്യേണ്ടത്. ആസ് ഹീ regained his strength, he told us his story. അദ്ദേഹത്തിൻ്റെ ഒരു റീഗെയിൻഡ്, വീണ്ടും കിട്ടി ഹിസ് സ്ട്രെങ്ത്. അല്പനേരം ആ സ്ട്രെങ്ത് വീണ്ടും കിട്ടിയപ്പോൾ അദ്ദേഹം ടോൾഡ് ഔസ് ഹിസ് സ്റ്റോറി, അദ്ദേഹത്തിൻ്റെ കഥ പറഞ്ഞു. ഹിസ് പാരൻസ് വർ ഡെഡ്. ആ ആറ്റിക്കിൽ കിടന്ന ആൾ പറയുകയാണ്, ഹിസ് പേരൻസ് വർ ഡെഡ്, പേരൻസ് എല്ലാം മരിച്ചു. An uncle had found him a position as a clerk in London. അങ്കിളാണ് ലണ്ടനിലെ ഒരു ക്ലർക്കായിട്ടുള്ള ഒരു പൊസിഷൻ കൊടുത്തു. സോളിസിറ്റേഴ്സ് ഓഫീസ്, അത് ഒരു സോളിസിറ്ററിൻ്റെ ഓഫീസിലാണ് ക്ലർക്കായിട്ട് ജോലി കൊടുത്തത്. സോളിസിറ്റർ എന്ന് വെച്ചാൽ അത് ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ ഇതാണ് ഡയറക്ടർ, അവരുടെ ഓഫീസിലൊരു ക്ലർക്കായിട്ട് ഇയാൾക്ക് ജോലി കൊടുത്തിരുന്നു. ആൻഡ് ക്ലർക്ക് ലണ്ടൻ സോളിസിറ്റേഴ്സ് ഓഫീസ്. ഹി ഹാഡ് ബീൻ ഇൻ ദ സിറ്റി only 6 months. 6 monthsലേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. Utterly friendless, he had fallen victim to the loose society of the streets. അങ്ങനെ നിൽക്കുമ്പോൾ അവിടെ ലൂസ് സൊസൈറ്റി ഓഫ് ദ സ്ട്രീറ്റ് എന്ന സ്ട്രീറ്റിലെ ലൂസ് സൊസൈറ്റി, അതായത് നല്ലവരല്ലാത്ത കുറേ ചീത്ത സ്വഭാവക്കാരായ ഗ്രൂപ്പിൻ്റെ കൂട്ടത്തിൽ ആയിപ്പോയി, അതിന് അടിമപ്പെട്ടു പോവുകയാണത്. ഹാഡ് എ കമ്പാനിയൻ ആൻഡ് ലൈക്ക് എ യങ് ഫൂൾ. അങ്ങനെ പല ചീത്ത കൂട്ടുകെട്ട് കമ്പാനിയൻസിനെ കിട്ടി. ഒരു ലൈക്ക് എ യങ് ഫൂൾ, ഒരു യങ് ഫൂള്, ഒരു ചീത്തയാളായിട്ട് വരികയാണത്. ഈഗർ ടു ടേസ്റ്റ് pleasure far beyond his means, had been to bet on horses. Soon he had lost all his small savings. പല കളികളിലും പല ചീത്ത പരിപാടികളിലും എല്ലാം പങ്കുചേർന്ന് ലോസ്റ്റ് ഓൾ ഹിസ് സ്മോൾ സേവിങ്സ്, അദ്ദേഹം ഉണ്ടായിരുന്ന സകല സേവിങ്സും നഷ്ടപ്പെട്ട ഒരാളായിപ്പോയി. അതാണ് ആ ആറ്റിക്കിൽ കിടന്നിരുന്ന ആള്. ഹാഡ് പ്ലഡ്ജ്ഡ് ഹിസ് ബിലോങ്ങിനസ് and owned the bookmaker a disastrous amount. അങ്ങനെ അദ്ദേഹത്തെ അവിടെ നിന്ന് രക്ഷിക്കാൻ വേണ്ടി ഒരു പൈസ കൊടുക്കേണ്ടി വന്നു, സഹായം വേണ്ടി വന്നു. ഇൻ ആൻ എഫോർട്ട് ടു റീകൗപ്പ്, അതായത് അതിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്യേണ്ടി വന്നു. ഹി ഹാഡ് ടേക്കൺ എ സം മണി എന്ന് വെച്ചാൽ കുറച്ച് പൈസ, കുറച്ച് എമൗണ്ട്. ഹി ഹാഡ് ഇറ്റ്
some money from the office safe for a final gamble. അദ്ദേഹത്തെ അവിടെ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പൈസയും കൊടുക്കേണ്ടതായിട്ട് വന്നു. That he was assured was certain to win, but this last resort had failed. അത്ര ചെയ്തിട്ടും അവരുടെ പരിശ്രമങ്ങളൊക്കെ വീണ്ടും ഫെയിലായിപ്പോയി. Terrified of the prosecution that must follow, sick the heart, അങ്ങനെ മനസ്സിന് ആകെ ഹാർട്ടിന് വരെ സിക്കായി. sunk in despair, he had shut himself in his room. ഇഷ്ടംപോലെ ഡെസ്പെയറായിട്ട് ഡ്രിങ്ക്സൊക്കെ കഴിച്ച് അങ്ങനെ വിഷമിച്ച് ഒരു ഇൻ ഹിസ് റൂമിൽ തന്നെ കയറി അടച്ചു. ഷട്ട് ഹിംസെൽഫ് ഇൻ ഹിസ് റൂം ആൻഡ് ടേൺഡ് ഓൺ ദ ഗ്യാസ്. എന്നിട്ട് ഗ്യാസ് കത്തിച്ച് അത് അദ്ദേഹം ജീവൻ തന്നെ നശിപ്പിക്കാൻ തുടങ്ങുകയാണ്. Then 14 paragraph. A long bar of silence throbbed in the little attic when he concluded his halting confession. Then, gruffly, the surgeon asked how much he had stolen. അദ്ദേഹം ഇതിനൊക്കെ വേണ്ടി എത്രമാത്രം പൈസയാണ് സ്റ്റോൾ ചെയ്തത്. സ്റ്റോൾ എന്ന് വെച്ചാൽ മോഷ്ടിച്ചെടുത്തത്. 7 pounds 10 shillings, 7 പൗണ്ടും 10 ഷില്ലിങ്സും. The answer sounded pitiful. For this paltry sum, he had almost thrown away his life. Then അടുത്തത്, there was a pause. The 3 of us, the surgeon, the landlady and me. ഇവരെല്ലാവരും കൂടി, ആരൊക്കെയാണ്? സർജൻ്റ്, ലാൻഡ് ലേഡി ആൻഡ് മീ എന്ന് വെച്ചാൽ ഇദ്ദേഹം, ഇക്രോണി. ആൻഡ് the sole witness of the near tragedy had the same unspoken thought in our minds. We decided to give the young man a fresh start. ഇദ്ദേഹത്തിൻ്റെ കടങ്ങളെല്ലാം തീർത്ത് വേണ്ട ഉപദേശങ്ങളൊക്കെ കൊടുത്ത് ഇവർ 3 പേരും കൂടെ, നമ്മുടെ ലാൻഡ് ലേഡി, പിന്നെ സർജൻ്റ്, പിന്നെ നമ്മുടെ ഈ നറേറ്റർ, ഇവർ കൂടിയിട്ട് അദ്ദേഹത്തെ ഹെൽപ്പ് ചെയ്ത് എന്തുപറ്റി? വി ഡിസൈഡ് ടു ഗീവ് ദ യങ് മാൻ എ ഫ്രഷ് സ്റ്റാർട്ട്. ഒരു പുതിയ ജീവിതത്തിലേക്ക്, ഒരു ഫ്രഷ് സ്റ്റാർട്ടിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവരാൻ തീരുമാനിച്ചു. അങ്ങനെ അതിനുവേണ്ടി അവർ പ്രവർത്തിക്കുകയും ചെയ്തു. ഇനി 16ാമത്തെ പാരഗ്രാഫ്. ദ സർജൻ്റ് അറ്റ് കൺസിഡറബിൾ റിസ്ക് to his job resolved to make no report upon the case, so that no court proceedings would result. പിന്നീട് അദ്ദേഹത്തിന് കോർട്ട് പ്രൊസീഡിങ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. The landlady offered a month's free board until he should get upon his feet again. പഴയ സ്ഥിതിയിലേക്ക് വരുന്നവരേക്ക് ലാൻഡ് ലേഡി അദ്ദേഹത്തിന് ഫ്രീ ബോർഡ്, അതായത് 1 മാസം താമസം ഫ്രീ ആക്കി കൊടുത്തു. While I making perhaps the least contribution, came forward with 7 pounds 10 shillings for him to put back in the office safe. ഓഫീസിൽ നിന്നും തിരുവനന്തപുരത്ത് കാര്യങ്ങൾക്കായിട്ട് അതിനുള്ള പൈസയും അവർ സംഘടിപ്പിച്ച് എല്ലാവരും കൂടെ കൊടുത്തു. ഫോർവേഡ്സ് 7 pounds 10 shillings for him to put back in the office safe. Then 17th paragraph. The ship moved on through the still darkness. അപ്പോഴേക്കും ഇവർ സംസാരിച്ച് ഇവർ കപ്പലിലാണ് യാത്ര ചെയ്യുന്നത്. ആ കപ്പൽ the ship moved on through the still darkness of the night. There was no need to speech. പിന്നെ കൂടുതലൊന്നും സംസാരിക്കേണ്ടി വന്നില്ല. അപ്പോഴേക്കും ഷിപ്പ് അങ്ങനെ നീങ്ങിക്കൊണ്ടിരുന്നു. With a tender gesture, Mrs. had taken her husband's hand. അവർ 2 പേരുണ്ടായിരുന്നല്ലോ, അതിൽ മിസ്സിസ് ഹസ്ബൻഡ് ഹാൻഡ് കൈ പിടിച്ചിട്ട്. ആൻഡ് ആസ് വി സാറ്റ് ഇൻ സൈലൻസ്, കുറേ നേരം അവർ മിണ്ടാതിരുന്നു. I could not but reflect that it was the best investment
ഐ ഹാഡ് മെയ്ഡ് ഇൻ മൈ ലൈഫ്. അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല, ഏറ്റവും വലിയ, ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്, സമ്പാദ്യം. കുറേ പൈസ കൊടുത്താലൊന്നും അല്ല അതൊരു സമ്പാദ്യമായി കണക്കാക്കിയേക്കുന്നത്. ഇവിടെ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ മൈ ലൈഫ് എന്ന് പറയുന്നത് ഒരു ചീത്ത വഴിയിൽ പോയിരുന്ന, നശിച്ച് മോശമായി തുടങ്ങിയിരുന്ന ഒരു മനുഷ്യനെ എല്ലാവിധത്തിലും സഹായിച്ച് നല്ല വഴിയിലേക്ക് നീക്കി. അതായിരുന്നു ഇവിടുത്തെ ഫസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇറ്റ് ഹാഡ് പെയ്ഡ് മീ നോ ഡിവിഡൻസ് നോ വേർഡ്ലി ഗുഡ്സ്. വാക്കുകൊണ്ട് നന്മയെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. അതുപോലെ നോ ഡിവിഡൻസ്, അതൊന്നുമല്ല പ്രധാനം. ബട്ട് ഹാഡ് ടേൺഡ് ഔട്ട് ടു ബി ഇമ്മൻസ്ലി പ്രൊഫിറ്റബിൾ. പ്രൊഫിറ്റബിൾ എന്ന് വെച്ചാൽ ലാഭകരം. നാടിനും നാട്ടുകാർക്കും വീട്ടുകാർക്കും എല്ലാത്തിനും ഒരു പ്രൊഫിറ്റബിൾ ആളാക്കി തീർത്തു ആ വ്യക്തിയെ. ഇറ്റ് സ്റ്റുഡ് ഔട്ട് അഗെയിൻസ്റ്റ് ഓൾ ദ ബാഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സ്. ബാക്കി നമ്മൾ എന്തെല്ലാം ഉണ്ടാക്കിയാലും, എന്തെല്ലാം നമ്മൾ കരുതിയാലും, എന്തെല്ലാം സമ്പാദിച്ചാലും അതൊന്നും ഒരു ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടല്ല ഇവർ കരുതുന്നത്. എല്ലാം ബാഡ് ഇൻവെസ്റ്റ്മെൻ്റാണ്. മറ്റുള്ള സമ്പാദ്യങ്ങളെക്കാൾ വലുത് ഇങ്ങനെ നല്ലവനാക്കി തീർത്തു എന്നുള്ള ഒരു സമ്പാദ്യമാണ് ഈ ലോകത്ത് ഏറ്റവും വലിയ സമ്പാദ്യം. ബാഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണ് മറ്റുള്ളതൊക്കെ. അതെപ്പോൾ വേണമെങ്കിലും നശിക്കാം. ഐ ഹാഡ് മെയ്ഡ് ത്രൂ ഔട്ട് ദ ഇയേഴ്സ് ദോസ് ഫൂളിഷ് സ്പെക്കുലേഷൻസ് ഫോർ മെറ്റീരിയൽ ഗെയിൻ. ബാക്കി ആരെന്ത് ചെയ്യുന്നതും എല്ലാം മെറ്റീരിയൽ ഗെയിനാണ്. മെറ്റീരിയൽ എന്ന് വെച്ചാൽ വസ്തുക്കളോടുള്ള താല്പര്യം കൊണ്ട്, പൈസ കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഗെയിൻ, എന്തെങ്കിലും നേട്ടത്തിന് വേണ്ടിയിട്ട്. ഫോർ മെറ്റീരിയൽ ഗെയിൻ. ഇത് സാധാരണ പറയാറുണ്ട്, മെറ്റീരിയൽ ഗെയിന് വേണ്ടിയല്ല ഞാൻ ചെയ്യുന്നത്, നന്മയ്ക്ക് വേണ്ടിയാണ്. പ്രൊഡ്യൂസിങ് ഓൺലി ആങ്സൈറ്റി, ഡിസപ്പോയിൻമെൻറ്റ് ആൻഡ് ഫ്രസ്ട്രേഷൻ. നമുക്ക് മെറ്റീരിയൽ ഗെയിൻ കിട്ടിയാൽ നന്മയല്ല, പല കുഴപ്പമുണ്ട്. പ്രൊഡ്യൂസിങ്, അതുകൊണ്ട് എന്തുണ്ടാവുന്നത്? ഓൺലി ആങ്സൈറ്റി, ജിജ്ഞാസ കൂടും. ഡിസപ്പോയിൻമെൻറ്റ്, പ്രശ്നം, ദുഃഖങ്ങളുണ്ടാവും. ആൻഡ് ഫ്രസ്ട്രേഷൻ, എന്നും സ്ട്രെയിൻ ആയിരിക്കും. അതുകൊണ്ട് ഈ നമ്മുടെ എഴുത്തുകാരൻ നമ്മളോട് പറയുന്നത് ഏറ്റവും വലിയ ഒരു സമ്പാദ്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു മനുഷ്യനെ, ചീത്ത വഴിയിൽ പോയിരുന്ന ഒരു മനുഷ്യനെ ഏറ്റവും നല്ലതാക്കി എടുക്കുകയാണ് റൈറ്റർ. അതാണ് നമ്മുടെ റൈറ്റർ പറയണത്. അതാണ് ഇവിടെ സംഭവിച്ചത്. അങ്ങനെ എല്ലാം കൊണ്ടും നശിച്ചു പോയിരുന്ന ഒരു മനുഷ്യനെ പൈസ കൊടുത്തും ആരോഗ്യം കൊടുത്തും ഉപദേശിച്ചു കൊടുത്തും ഈ ലോകത്തിനും അവനും എല്ലാം നല്ലതാക്കി തീർത്തു. അതാണ് നമ്മുടെ ഫസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. താങ്ക് യു.